പേരോടടി മുടി മാറി പൂരാ വഹാബിസം കേറി പാരകയ നാട്ടം പാറി പേരണ്ട പേറിയാൽ നാറി പേരോടടി മുടി മാറി പൂരാ വഹാബിസം കേറി പാരകയ നാട്ടം പാറി പേരണ്ട പേറിയാൽ നാറി. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, പേരോട് ഉസ്താദിനെ കുറിച്ചാണ് ഈ പാട്ടുണ്ടാക്കിയിട്ടുള്ളത്. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് കുരുവട്ടൂരികൾ ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. പേരോട് ഇപ്പോൾ വഹാബിസം പേര് നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ടാണ്. അതിൽ കുറച്ചുകൂടി ഉണ്ട്, 4 മിനിറ്റിലേറെയുള്ള ഒരു ഗാനമാണ്. ഈ പാട്ടുണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പേരോട് തൗഹീദ് പറയുന്നുണ്ട്, അത് വഹാബികളുടെ പണിയാണ്, അതിപ്പോൾ പേരോട് ഉസ്താദും എടുക്കുന്നുണ്ട് എന്നാണ് കുരുവട്ടൂരികൾ പറയുന്നത്. എന്നിട്ട് പേരോട് ഉസ്താദിനെ അല്ലെങ്കിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പേരോട് മൗലവി എന്നാണ് അവർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ പാട്ടിന് കൊടുത്തിട്ടുള്ള എല്ലാവരും ഇതൊന്ന് കേട്ടു നോക്കൂ, പേരോട് മൗലവി അടിമുടി മാറി എന്നുള്ളതാണ്. പേരോട് ഉസ്താദ് ചില സത്യങ്ങൾ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇനി നമുക്ക് എന്താണ് അദ്ദേഹം പറയുന്ന വഹാബിസം എന്നൊന്ന് കേൾക്കാം. ആദ്യം ഒരു തങ്ങൾ പറയുന്ന ഒരു കാര്യം പലതവണ കേൾപ്പിച്ചതാണ്, എങ്കിലും ബോറടിക്കേണ്ട, കുറച്ചേ കേൾപ്പിക്കുന്നുള്ളൂ. അതിന് എന്താണ് പേരോട് പറയുന്ന മറുപടി എന്നുള്ളത് ആണ് നമുക്കിനി കാണാനുള്ളത്. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എൻ്റെ കൈവിടല്ലേ. ഈ പറഞ്ഞ ആ ഒരു ആ വിഷയത്തെക്കുറിച്ചാണ് എന്ന് പറയേണ്ടതില്ല, എന്നാൽ അത് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പേരോട് പറയാൻ പോകുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. അതിനുശേഷം മറ്റു ചിലതും കൂടി നമുക്ക് കേൾക്കാനുണ്ട്. ഏതെങ്കിലും ഒരു തങ്ങൾ വിവരമില്ലാതെ ഏതെങ്കിലും വിവരക്കേട് പഠിപ്പിക്കുകയോ വിവരക്കേട് പറയുകയോ വിവരക്കേടിന് പ്രചോദനം നൽകുകയോ ചെയ്താൽ അത് മുസ്ലിമിക്ക് സ്വീകരിക്കാൻ പറ്റൂല. ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. നമുക്ക് വെള്ളം തന്ന റബ്ബിനെ തള്ളിയിട്ട് ഒരു തങ്ങളെയും സ്വീകരിച്ചുകൂടാ. നമുക്ക് ഭക്ഷണം തരുന്ന റബ്ബിനെ തള്ളിയിട്ട് ഒരു തങ്ങളെയും സ്വീകരിച്ചുകൂടാ. മനസ്സിലായില്ലേ? അതായത് ഇവിടെ മഅദിൻ ഹജ്ജ് ക്ലാസ്സിൽ നിന്ന് വരുന്ന സമയത്തുള്ള ഒരു കഥയൊക്കെയാണത്. അത് ചെറുതാക്കി കാണിച്ചത്, പലതവണ കാണിച്ചത് കൊണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് ഖലീൽ ബുഖാരി തങ്ങളുടെ ആ ഒരു വിഷയം ചെറുതായി കാണിച്ചത്. ആ ഒരു വിഷയം അതിനെതിരാണ് എന്നൊന്നും നമ്മളും പറയുന്നില്ല. പക്ഷേ ആ പറഞ്ഞതും ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതും കൂടിയും ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ മറ്റയാൾ പറഞ്ഞത് തെറ്റാണ്, ഇസ്ലാമിക വീക്ഷണത്തിൽ തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വാക്കുകളിൽ നിന്ന് വന്നത്. ഇനി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ബദരീങ്ങളെ വിളിച്ച് തേടുന്ന വിഷയത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. അതിന് മുമ്പായിക്കൊണ്ട് നമുക്ക് കാണിക്കാനുള്ള മുൻപൊരു വീഡിയോയിൽ കാണിച്ചതാണ്. അബ്ദുൽ ഹക്കീം അസ്അരി നോളേജ് സിറ്റിയുടെ ഭാഗമായിട്ട് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച കഥയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കാണിക്കുന്നില്ല. എന്താണ് പേരോട് പറഞ്ഞതെന്ന് കേൾക്കൂ. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ. രോഗമയാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? നമ്മൾക്ക് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നക അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്. അല്ലാഹുവേ, നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. അവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് അള്ളാഹുവോടാണ് നമ്മൾ തേടേണ്ടത്, അള്ളാഹുവോടാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മറ്റൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞു പോവുക, നമ്മൾ വിശദീകരണം കുറയ്ക്കുകയാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കാര്യം പറയുന്നതിന് മുമ്പ് ഇനി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. അതിനുശേഷം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്ന വലിയൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ ഈ മുജാഹിദുകൾ അല്ലെങ്കിൽ സലഫികൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ സമസ്ത വിഭാഗങ്ങൾ ആക്ഷേപിക്കുന്ന ഒരു വിഷയം, അത് സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. ഇതൊന്ന് കേട്ടുവരാം. നിങ്ങളെ പച്ചയായിട്ട് അവര് പറയണത് ഞങ്ങൾ കൃത്യമായിട്ട് കേൾപ്പിക്കാണ്. എന്താ മോനിക്ക് പറയുള്ളത്? അതേ വഴി. കാരണം വാപ്പാടല്ലേ മോന്, ആ സ്വഭാവം ഉണ്ടാവുമല്ലോ. കേട്ടോളെ. ഇവിടെ കുരുവട്ടൂരിയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്?
പേരോടിൻ്റെ അതേ വഴി എന്നാണ് പറയുന്നത്. എന്നിട്ട് പേരോടിൻ്റെ അതേ വഴി എന്നും പറഞ്ഞിട്ട് പേരോട് എന്തെങ്കിലും കുഫ്രോ ഷിർക്കോ പറഞ്ഞ് പ്രചരിപ്പിച്ച് അത് എടുത്തിട്ട് മകൻ പറയുന്നതല്ല. മകൻ എന്താ പറയുന്നത്? കേട്ട് നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾക്കിത് കേട്ടാൽ കാര്യം മനസ്സിലാവും. നമ്മളൊരു തവണ കേൾപ്പിച്ചാണ്, വിട്ടുപോകരുത്. വേറെ വലിയൊരു കാര്യം നമുക്കിതിന് ശേഷം കാണിക്കാനുണ്ട്. അപ്പാറയും ഉസ്താദെ. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലാഹ്. അപ്പൊ ചിലർക്കൊരു സംശയം, മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സ്മരിക്കുന്ന മാസല്ലേ ഇപ്പൊ എല്ലാവരും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു സമയമല്ലേ? നിങ്ങളല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവോട് സഹായം തേടണം. അതന്നെയല്ലേ ഖുർആനും പറഞ്ഞത്? പിന്നെന്തിനാ മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നത്? നേരത്തെ നമ്മൾ കാണിച്ച വീഡിയോയിൽ പേരോട് പറഞ്ഞ അതേ വാദം തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നതും. ആ വാദം രണ്ടും അത് അവരുടെ വാദമല്ല, എവിടുന്നെങ്കിലും കട്ട് കടത്തുന്നതല്ല. പരിശുദ്ധ ഖുർആന് സ്വഹീഹായ ഹദീസ് അത് ഉദ്ധരിച്ചുകൊണ്ടല്ലേ ഇവർ ഈ പറയുന്നത്. എന്തിനാണ് കുരുവട്ടൂരികളെ ഇങ്ങൾക്ക് ഇങ്ങനെ കുരുപൊട്ടുന്നത് അല്ലേ? തീർന്നിട്ടില്ല, കുറച്ചുകൂടി കേൾക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റേത് പറയാം. നമ്മളാരും ചോദിക്കാറില്ല, ഒരു ബദരീകളോടും ചോദിക്കാറില്ല, ഒരു നേതാക്കളോടും ചോദിക്കാറില്ല. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ദുആ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാ തുടങ്ങുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിർത്തെ വെറുതെ ഇറച്ചിന്നാ നിൽക്കണ്ട. ഇവിടെ പേരോട് പറഞ്ഞതോ പേരോടിൻ്റെ മകൻ പറഞ്ഞതോ ഇസ്ലാമിന് വിരുദ്ധമാണെങ്കിൽ അതല്ലേ തെളിയിക്കേണ്ടത്? ഈ പച്ചർച്ചി തിന്നുകൊണ്ട് ഇന്നെങ്ങനെ പറയലുണ്ടല്ലോ കുരുവട്ടൂരികളങ്ങളൊക്കെ. ഉസ്താദുമാരെ പച്ചർച്ചി തിന്നല്ല വേണ്ടത്. പേരോട് പറഞ്ഞതോ പേരോടിൻ്റെ മകൻ പറഞ്ഞതോ തെറ്റാണെങ്കിൽ അതാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അത് പ്രമാണം കൊണ്ടാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഇനി നമുക്കിവിടെ കാണിക്കുവാനുള്ളത്, സാധാരണ സലഫി പ്രസ്ഥാനങ്ങൾ അവർ അള്ളാഹുവിൻ്റെ യദ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് മുജാഹിദിൻ്റെ അള്ളാഹ്ക്ക് കയ്യുണ്ട്, മുജാഹിദിൻ്റെ അള്ളാഹ്ക്ക് കാലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ചില ആളുകളുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആ വിഷയത്തിൽ പറയുന്ന നിലപാട് അതെന്താണെന്ന് നോക്കാം. കേട്ടോ കാണി. വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അസ്മാ സിഫാത്ത്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ചില ഗ്രന്ഥങ്ങളിൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുമ്പോൾ യദ് അതുപോലെയുള്ള ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കമാ കാലത്ത് ആല എന്ന് പറയും. ഈ കമാ കാലത്ത് ആല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെ അള്ള പറഞ്ഞതിന് വേണ്ടി എന്ന് നമുക്ക് അർത്ഥം തോന്നും. സാധാരണ അങ്ങനെ തെളിവ് പറയുന്ന സമയത്ത് കമാ കാലക്ക് അങ്ങനെയാണ് മറുപടി. അങ്ങനെ അള്ള പറഞ്ഞതിന് വേണ്ടി ഇത് ചെയ്യണം, അതുപോലെ അത് വേണം, അതുണ്ട്, ഇങ്ങനെയൊക്കെ. ഇങ്ങനെ ആകുമ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഖലഖ്തു ബിയദയ്യ, അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ശേഷം കമാ കാലത്താല അള്ള പറഞ്ഞതിന് വേണ്ടി എന്നർത്ഥം പറയുമ്പോൾ ആ യദയ്യ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെയും സംശയം അവിടെ ബാക്കി വരും. അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞു അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, കമാ കാലത്താല ഞാൻ വേണ്ടി എന്നല്ല, അള്ളാഹു പറഞ്ഞതുപോലെയുള്ള സിഫത്തുണ്ട്, യദുണ്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ മനസ്സിലാക്കണ്ടേ. അള്ളാഹു പറഞ്ഞതുപോലെ ഒരു ഇതുണ്ട്. അത് നമ്മളെ ഈ കൈ പോലെയാണോ? അല്ല. ഈ കേൾക്കുന്ന ആരുടെയെങ്കിലും കൈ പോലെയാണോ? അല്ല. ഈ ആക്ഷേപിച്ച് നടക്കുന്ന ആരുടെയെങ്കിലും കൈ പോലെയാണോ? അല്ല. അതെങ്ങനെയുള്ള കൈയാണ് നമുക്കറിയില്ല. പക്ഷെ അള്ള അങ്ങനെ ഒരു കയ്യിനെ കുറിച്ച് പറഞ്ഞാൽ അള്ള പറഞ്ഞുകൊണ്ട് ചെങ്ങായിമാരെ അവിടെ നിൽക്കിങ്ങളേ. അത് നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒന്നാണ്. മുഖം എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പ്രതാപത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേ പ്രതാപത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രതാപത്തിന് എന്താണ് അറബിയിൽ വാക്കില്ലേ ഉണ്ട്. എന്നിട്ട് എന്തേ മുഖം എന്ന് കൊടുത്തത്? ആ ഒരു അർത്ഥത്തിൽ നിൽക്കുക. അള്ളാഹിൻ്റെ മുഖം ഇതുപോലെയുള്ള മുഖമാണോ? അല്ല. ഈ കുറ്റം പറഞ്ഞു നടക്കുന്ന ആളുകളുടെ വൃത്തികെട്ട മുഖം പോലുള്ള മുഖമാണോ? അല്ല. അതെങ്ങനെയുള്ള മുഖം അറിയില്ല. അത് റബ്ബിൻ്റെ ഒരു പ്രയോഗമാണ്. അവിടെ നിൽക്കുക. അപ്പോൾ അള്ളാഹ്ക്ക് മുഖമുണ്ട് നമ്മൾ വിശ്വസിക്കണോ? നമ്മുടെ അടുത്ത് അള്ള പറഞ്ഞുകൊണ്ടു, അള്ള പറഞ്ഞത് എന്താണോ അത് അവിടെ നിൽക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചോദിച്ച് ചെല്ലണ്ട, നമ്മൾ കുഫറിലേക്ക് പോകേണ്ട. ഇനി അള്ളാഹു സമീഉൻ, അള്ളാഹു കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ചെവിയും കൂടി കേൾക്കണ പോലെ കേൾക്കുന്നതാണോ? അള്ളാഹു ബസീറുൻ, അള്ളാഹു കാണുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന പോലുള്ള കാഴ്ചയാണോ?
അള്ളാന്റെ കാഴ്ചനെ കുറിച്ച് നമുക്ക് അറിയില്ല ചെങ്ങായിമാരെ. അള്ളാഹ്ക്ക് കണ്ണുണ്ട് നിങ്ങൾ വിശ്വസിക്കും വേണ്ട. അള്ളാഹ് കാണുന്നുണ്ട്, എങ്ങനെ അറിയില്ല. അള്ളാഹ്ക്ക് കാഴ്ച ഉണ്ട് എന്നുള്ളതാണ്. അത് എങ്ങനത്തെ കാഴ്ച അറിയില്ല. ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആദം നബിയുടെ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്നതും ഖിയാമത്ത് നാളിൽ അവസാനം ജനിക്കുന്ന കുട്ടിയുടെ കരച്ചിലും അള്ളാഹ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അർത്ഥത്തിൽ അള്ളാഹ് നിങ്ങൾ മനസ്സിലാക്കിയും. പേരോടുസ്താദിൻ്റെ കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി കാണിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്, അള്ളാഹ് പരിശുദ്ധ ഖുർആനിലൂടെയും അള്ളാഹുവിൻ്റെ ഹബീബ് മൊഴിമുത്തുകളായിട്ടും പറഞ്ഞു തന്ന എന്താണോ പഠിപ്പിച്ചു തന്നത് പറഞ്ഞു തന്ന അവിടെ നിൽക്കുക. അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാതിരുന്നാൽ മതി, വ്യതിചലിക്കാതിരുന്നാൽ മതി. ഒരു മുജാഹിദിൻ്റെ അള്ളാഹ്ക്കും കയ്യും കാലും ഇല്ല. എല്ലാവരുടെയും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് കയ്യിനെ കുറിച്ച്. കയ്യിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ 5 വിരലും 10 വിരലും 28 വിരലൊന്നും കണക്കാക്കേണ്ടതേ, അത് നമുക്ക് അറിയില്ല. അതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. പേരോട് ഉസ്താദ് കുറച്ചുകൂടി പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എൻ്റെ മാനമ കാരണൂടാ അള്ള പറഞ്ഞ പോലത്തെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അള്ള പറഞ്ഞതുപോലെയുള്ള ഏതുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ ഏതിൻ്റെ നമുക്കറിയില്ല. അപ്പോൾ അതാണല്ലോ ഇമാം നബി റളിയല്ലാഹു അൻഹുവും ശറഹുൽ മുഹദ്ദബിനും ശറഹ് മുസ്ലിമിനും ഒക്കെ പറഞ്ഞത്. അതായത് അതിൻ്റെ ലാഹിർ മാന, അതിൻ്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല. വലഹു മഅനൻ യലീഖു ബിഹി, അള്ളാഹുവിനോട് അനുയോജ്യമായ ഏതോ ഒരു മാന അതിനുണ്ട്, അത് നമുക്കറിയില്ല. അതാണ് തഫ്വീദ് എന്ന് പറയുന്ന സലഫ് ആയ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ള നയം, അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചിട്ടുള്ള ആശയം. ഇപ്പം എന്തേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതാണ് സലഫുകളായ ആ സലഫു സാലിഹ്യങ്ങളെ പിന്തുടരുന്നവരാണ് സലഫികൾ. അല്ലാണ്ട് അതിന് പ്രത്യേക ഒരു സംഘടനയൊന്നും വേണ്ട. സലഫു സാലിഹ്യങ്ങളെ പിന്തുടരുന്നവർ സലഫികളാണ്. അതിന് നമ്മളൊരു കൊടിയും ലെറ്റർ പേഡും സീലും അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച ആളുകൾക്ക് തെറ്റി, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താ, ഇതാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ പുറത്ത് കാണിക്കാറുണ്ട്. അപ്പോൾ ആളുകൾ പറയും പേരോടിനെ വല്ലാണ്ട് പൊക്കണ്ടട്ടോന്ന്. പൊക്കണ്ടോടത്ത് പൊക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളതും കാണിക്കും. കാര്യം എന്താ, നമ്മൾ ആരുടെയും കാലിൻ്റെ ഓട്ടിൽ തല കൊണ്ടുവച്ചിട്ടില്ല. സത്യം ആര് പറയുന്നോ അവരുടെ ഒപ്പം നിൽക്കും. ആര് പൊള്ളു പറയുന്നോ, കുഫർ പറയുന്നോ, ഷിർക്ക് പ്രചരിപ്പിക്കുന്നോ അവർക്കെതിരെ നിൽക്കും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആരോടും സ്ഥായിയായിട്ട് ഒരു വിരോധമൊന്നും ആരോടും ഇല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അള്ളാഹ്ക്ക് കയ്യുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട് എന്ന് ആരും പറഞ്ഞു നടന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞത് എന്താണ്, ഇത് മുജാഹിദ് വിഭാഗങ്ങൾ സലഫികൾ പറയുന്ന കാര്യമാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട പേരോട് ഉസ്താദ് പറയുന്നത്. അതുകൊണ്ട് എന്തായി, പേരോട് മൗലവിയായി, പേരോട് വഹാബിയായി. എന്താണ് കുരുവട്ടൂരികൾ മാത്രമല്ല, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന മുസ്ലിയാരെ ഒന്ന് ഉന്തിത്തള്ളി താഴെടാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇതാണ്, അദ്ദേഹം ഇടയ്ക്ക് വെച്ചിട്ട് എവിടെ നിന്നൊക്കെ കുറച്ചുകൂടി അദ്ദേഹം ഇഹ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്. അതിനുശേഷം ഹുസൈൻ സലഫിയെ പോലെയുള്ള സലഫി പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുമായിട്ട് ഖണ്ഡനം ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഗുണമൊക്കെ അദ്ദേഹത്തിന് കിട്ടും. അതിനിപ്പോൾ ഇവർ ഈ കുരുവട്ടി വലിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കുറച്ചുകൂടെ പറയുന്നുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ബഹുമാനമില്ലായിട്ടാണ് ചില ആളുകൾ അങ്ങനെ വിളിക്കുന്നത് ഇങ്ങനെ വിളിക്കുന്നത്. തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്ന വിഷയത്തിൻ്റെ ആ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ മർമ്മം ഉണ്ടല്ലോ, അത് എത്രണ്ട് സ്ട്രോങ് ആണ് എന്നനുസരിച്ച് നമ്മളുടെ സംസാരത്തിലും മാറ്റങ്ങൾ വരാറുണ്ട്. ക്ഷമിക്കുക. ഓക്കെ, ഉസ്താദ് പറയട്ടെ. അതാണ് തഫ്വീദ് എന്ന് പറയുന്ന സലഫ് ആയ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ള നയം, അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചിട്ടുള്ള ആശയം. അപ്പോൾ കമാകാലത്തെ ആല എന്ന് ഇത്തരത്തിലുള്ള ഈ സിഫത്തുകൾ പറയുന്ന ആയത്തുകളും ഹദീസുകളൊക്കെ വന്ന സ്ഥലത്ത് കമാകാലത്തെ ആല എന്നോ കമാകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ പറഞ്ഞതിന് വേണ്ടി ഇങ്ങനെ മനസ്സിലാക്കണം എന്നല്ല. പറഞ്ഞതുപോലെ ഉള്ള ഏതുണ്ട്, പറഞ്ഞതുപോലെയുള്ള ഇസ്തിബാ ഉണ്ട്. ആ പറഞ്ഞ അതെന്താണ് നമുക്കറിയില്ല. ഇസ്തിബാ യലീഖു ബിഹി, അള്ളാഹുവിനോട് അനുയോജ്യമായ ഇസ്തിലാവുണ്ട്. അതെന്താ നമുക്കറിയില്ല. കമാകാലത്തല്ല അള്ളാഹ് പറഞ്ഞതുപോലെ ഉള്ള ഇസ്തിബാ ഉണ്ട് എന്നല്ലാതെ അള്ളാഹ് പറഞ്ഞതിന് വേണ്ടി ഇങ്ങനെ എന്ത് വേണം വിശ്വസിക്കണം എന്നല്ല. അപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞത്, സലഫികൾ പറഞ്ഞ പോലെ അള്ളാഹ്ക്ക് എന്തുണ്ട് എന്ന് പറഞ്ഞോ അത് അവിടെ നിർത്തുക, അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകണ്ട, ആ പറഞ്ഞോടത്ത് നിൽക്കുക എന്നുള്ളതാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും പറഞ്ഞത്. അപ്പം എന്തായി, പേരോട് വഹാബി ആയി എന്നുള്ളതാണ്. ഇതാണ് വഹാബിസെങ്കിൽ എല്ലാവരും വഹാബി ആയിക്കോളി. ഇതാണ് സലഫിസെങ്കിൽ അതാണ് സത്യം.
അല്ലാതെ ഏതെങ്കിലും പാളക്കിത്താബും എവിടുന്നെങ്കിലും തോട്ടുനിന്ന് വലിച്ചു കയറ്റി കൂടുന്ന എന്തൊക്കെ എഴുതി വെച്ച് എന്തൊക്കെ സാധനങ്ങളുമായിട്ട് ഏറ്റി നടക്കുന്ന സാധുക്കൾ നിങ്ങൾ മനസ്സിലായിക്കോളി. യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയുക. ആ പാട്ടിൻ്റെ കുറച്ച് വരികൾ കൂടി എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ ഇകഴ്ത്തുവാനോ മോശക്കാരനായി കാണിക്കുവാനോ അല്ല, ഇത് ഉണ്ടാക്കിയവന്മാരെ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 വരി കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കേൾക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പേരില്ലിയാണ് സഖാഫി, ഇവൻ പോക്കൊക്കെ പക്ക സലഫി. സുന്നിയത്തുള്ളത്തിൽ മാഫി, ഇവൻ ശർറ് പരക്കുന്നു ഖൗഫി. ഇബ്നു തൈമിയയോടിന്ന് ഇമ്പം പേരോടിനെ വന്ന്, ശൈലിയിൽ മാറ്റം ഉയർന്ന് അതാ ശൈഖുൽ ഇസ്ലാം എന്ന് ചൊന്ന്. പേരോടടി മുടി മാറി മാറി പൂരാ വഹാബിസം കേറി, പാരാകയാ നാറ്റം പാറി മാറി പേരണ്ട പേറിയ നാറി. ഇസ്തിഹാസവറുപ്പായി ഇപ്പോ ഇടത്തേട്ടം തട്ടിപ്പായി, കുതുബിയത്തതും കൈപ്പായി അപ്പോ കുതിരത്തുള്ള കേറിപ്പോയി. തദ്ബീറുൽ ഔലിയ വല്ല അത് തെല്ലും സഹി വരുന്നില്ല, അന്നേരം പുള്ളി തൻ തൊള്ള അതിൽ ആകെയ ശമാശ അല്ലാ. പേരോടടി മുടി മാറി മാറി പൂരാ വഹാബിസം കേറി, പാരാകയാ നാറ്റം പാറി പാറി പേരണ്ട പേറിയ നാറി. മുത്ത് നബി തൻ വിശേഷം ഇവൻ മൊത്തം മറിച്ചല്ലോ നാശം. സ്വപ്നത്തിൽ തങ്ങളെ വേഷം അതിൽ ശൈത്വാൻ വരുമെന്ന ദൂഷ്യം. മൊത്തത്തിൽ ഔലിയ നേരെ ഇവൻ കുത്തുന്ന വാക്കുകൾ ഏറെ. പ്രത്യേകം മടവൂരിനെതിരെ ഇവൻ പന്തങ്ങൾ മിന്നുന്നു ഏറെ. പേരോടടി മുടി മാറി മാറി പൂരാ വഹാബിസം കേറി, പാരാകയാ നാറ്റം പാറി പാറി പേരണ്ട പേറിയ നാറി. കാര്യം ഇവൻ പൊള്ളവാദം, അവ കോർക്കുന്നു നമ്മിൽ വിവാദം. നിസ്സാരമല്ല ഈ പ്രേതം, ഇതിൽ നിർബന്ധമാ പ്രതിരോധം. ചേരിക്കാന്തപുരമിന്ന് അതിൽ ചോർന്നല്ലോ സുന്നി മരുന്ന്. കണ്ണീർ കൗല് പുലർന്ന് ഇവർ കോലം മുഖം കെട്ട് വന്ന്. പേരോടടി മുടി മാറി മാറി പൂരാ വഹാബിസം കേറി, പാരാകയാ നാറ്റം പാറി പാറി പേരണ്ട പേറിയാൽ നാറി. പേരോടടി മുടി മാറി മാറി പൂരാ വഹാബിസം കേറി, പാരാകയാ നാറ്റം പാറി പാറി പേരണ്ട പേറിയാൽ നാറി. പേരോടടി മുടി മാറി മാറി പൂരാ വഹാബിസം കേറി, പാരാകയാ നാറ്റം പാറി പാറി പേരണ്ട പേറിയാൽ നാറി.